ഇനി നമുക്ക് സന്നിധാനത്തേക്ക് പോകാം. സന്നിധാനത്ത് ഇപ്പോഴും ശക്തമായ മഴയാണ് അതെ, ദർശനം നടത്തിയ ഭക്തർ എത്രയും വേഗം മല ഇറങ്ങണമെന്ന നിർദ്ദേശമുണ്ട്. പമ്പയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ദേവസ്വം ബോർഡ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സുധീഷ് ഗോപാൽ സന്നിധാനത്താണുള്ളത്. സുധീഷ് ഗോപാലിനോട് തന്നെ ചോദിക്കാം. സുധീഷ്, എന്താണ് സാഹചര്യം? നമുക്കറിയാം ഇന്ന് നിറപുത്തരിയായിരുന്നു, ഭക്തരുടെ നല്ല തിരക്കുണ്ടായിരുന്നു. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? രാഗി അശ്വതി, ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് വാഹനങ്ങളൊന്നും തന്നെ വിടുന്നുണ്ടായിരുന്നില്ല. എന്തു തന്നെയായാലും ഇന്ന് 8 മണിയോടുകൂടി നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് ഇപ്പോൾ സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. മറ്റേ സ്വകാര്യ വാഹനങ്ങളടക്കം ഇപ്പോൾ കടത്തിവിടുന്നുണ്ട്. അവർ ഇപ്പോൾ പമ്പയിലെത്തി അല്പസമയത്തിനുള്ളിൽ സന്നിധാനത്തേക്ക് എത്തും. ഇപ്പോൾ കാര്യമായ തിരക്ക് ഈ സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല. കാരണം ഈ ഒരു വലിയ ഗ്യാപ്പ്, ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം ഭക്തർക്ക് ഇവിടേക്ക് എത്തുന്നതിനുണ്ടായ ഒരു തടസ്സം, അതുകൊണ്ടുണ്ടായ ഒരു ഗ്യാപ്പ്, അത് ഇവിടുത്തെ തിരക്കിന് വലിയ കുറവ് വരുത്തിയിട്ടുണ്ട്. എന്തു തന്നെയായാലും ഇന്ന് പുലർച്ചെയോടെ 4 മണിക്ക് നട തുറന്ന് 5:40 നിറപുത്തരിയുമായി ബന്ധപ്പെട്ട പൂജാ ചടങ്ങുകൾ ആരംഭിച്ചു. അതിനു മുമ്പ് 18-ാം പടിക്ക് സമീപത്ത് നിന്നും നെൽക്കതിരുകൾ മേൽശാന്തിയുടെയും അതോടൊപ്പം തന്നെ ക്ഷേത്ര തന്ത്രിയുടെയും മറ്റും നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി ക്ഷേത്രത്തിന് വലം വെച്ച് ശ്രീകോവിലെത്തിക്കുകയും തുടർന്നാണ് നിറപുത്തരി പൂജകൾ നടന്നത്. അത് ഏതാണ്ട് 6:20 പൂർത്തിയാക്കി ശ്രീകോവിലിന് മുന്നിൽ ഈ നിറപുത്തരിയുടെ നെൽക്കതിരുകൾ ചാർത്തി അതിനുശേഷം ഭക്തർക്കും പ്രസാദം വിതരണം ചെയ്തു. അത്തരത്തിൽ നിറപുത്തരി ചടങ്ങുകൾ വളരെ ഗംഭീരമായി തന്നെ സന്നിധാനത്തെ ശബരീശ സന്നിധിയിൽ നടന്നു. അതിനുശേഷം ഭക്തർ ഇപ്പോൾ ദർശനം നടത്തുകയാണ്. ഇപ്പോൾ നെയ്യഭിഷേകം അടക്കമുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ സന്നിധാനത്ത് പുരോഗമിക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഇപ്പോഴും സന്നിധാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഈ മഴയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് തന്നെയാണ് ഭക്തർ ഇവിടേക്ക് എത്തുന്നത്. ഇന്നലെ വന്ന ഭക്തർ, ഇന്നലെ വൈകിട്ട് തിരക്ക് കുറവായിരുന്നു. ഏതാണ്ട് 3700 ഭക്തർ മാത്രമായിരുന്നു വൈകിട്ട് 5 മണി വരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടന്നത്. പിന്നീട് ഏതാണ്ട് 4000-ഓളം ഭക്തർ കൂടി കടന്നിരുന്നു. അതിനുശേഷം രാത്രി 8 മണിക്ക് ശേഷം ഭക്തരെ കടത്തിവിട്ടിരുന്നുമില്ല. ഇപ്പോൾ ഭക്തർ പമ്പയിലേക്ക് എത്തി അവിടെ നിന്നും സന്നിധാനത്തേക്ക് മല കയറി തുടങ്ങിയിട്ടുണ്ട്. അവർ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സന്നിധാനത്തേക്ക് എത്തും. ഇന്ന് രാത്രി ഹരിവരാസനത്തോടു കൂടി നടയടച്ച ഈ നിറപുത്തരിക്ക് വേണ്ടി തുറന്ന ശബരിമലയിലെ നട ഇന്ന് രാത്രിയിലാണ് അടയ്ക്കുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ സന്നിധാനത്ത് ശക്തമായ മഴ തുടരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് സുധീഷ് ഗോപാൽ പങ്കുവയ്ക്കുന്നത്. ഒരുപാട് പ്രേക്ഷകർ ഡാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. നിലവിൽ മുല്ലപ്പെരിയാറിൽ നിന്നും ആശങ്കാജനകമായ ഒരു വിവരമൊന്നും പുറത്തു വരുന്നില്ല. 114 അടി വെള്ളം തന്നെ തുടരുകയാണ്. നിലവിൽ അതിനെപ്പറ്റി ആരും ആശങ്കപ്പെടേണ്ട. എന്തെങ്കിലും അലേർട്ട് ഉണ്ടെങ്കിൽ അത് അധികൃതർ കൃത്യമായി അറിയിക്കും. അത് ഞങ്ങൾ പ്രേക്ഷകരിലേക്കും കൃത്യമായി അറിയിക്കും.